أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാൽ ഉപദേശിക്കുകയാൽ സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂദാവൂദും നസായിയും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറയുകയാണ്, ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്തൻ ബിയദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഒന്നിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ തൻ്റെ കൈകൊണ്ട് ഒരു വര വരച്ചു, ഒരു നേർരേഖ. സുമ്മഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഇതാണ് അല്ലാഹുവിൻ്റെ മാർഗം, മുസ്തഖീമ, ചൊവ്വായ നേരായ മാർഗം ഇതാണ്. വഖത്ത ഖുതൂതൻ അൻ യമീനിഹി വശിമാലിഹി, എന്നിട്ട് പ്രവാചകൻ ആ വരയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായി ധാരാളം വരകൾ വരച്ചു. എന്നിട്ട് സുമ്മഖാല, അവിടുന്ന് പറഞ്ഞു, ഹാദിഹി സുബുൽ ലൈസ മിൻഹാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്വാനുൻ യദ്ഉ ഇലൈഹി. ഈ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായി പിന്നീട് വരച്ച ആ വരകൾ, ആ മാർഗങ്ങളിലെല്ലാം പിശാച് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആദ്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ച നേരായ വര, അതാണ് സബീലുല്ലാഹി മുസ്തഖീമ, നേരായ മുസ്തഖീമായ ചൊവ്വായ മാർഗം എന്ന് പ്രവാചകൻ പറഞ്ഞു. അതിന് കുറുകയായി വരച്ച വര, ആ വഴികളിലെല്ലാം പിശാചുണ്ടായിരിക്കും, അവൻ പതിയിരിക്കുന്നുണ്ട്. ആ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചുകൊണ്ട് മറ്റു മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനായി പിശാച് അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് സുമ്മ ഖറഅ, പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഒരു ആയത്ത് ഓതി കൊടുത്തു. ആ ആയത്താണ് ആമുഖമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓതി വെച്ചത്. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 153-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാകുന്നു എൻ്റെ സിറാത്ത്, മുസ്തഖീമായ ചൊവ്വായ നേരായ എൻ്റെ മാർഗം ഇതാ. ഫത്തബിഊഹു, ആ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം, അനുധാവനം ചെയ്യണം. വലാ തത്തബിഉ സുബുല, അതല്ലാത്ത മറ്റ് മാർഗങ്ങളൊന്നും തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലിഹി, ആ സിറാത്തുൽ മുസ്തഖീമായ മാർഗത്തിന് പുറമേയുള്ള മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റിയാൽ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് നിങ്ങളെ അത് തെറ്റിച്ചു കളയും, ഛിന്ന ഭിന്നമാക്കി കളയും. ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായി തീരാൻ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്ന വസിയ്യത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം 153 ഞാൻ ആമുഖമായി ഓതി വച്ച വചനം. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം
ഏതാണ് നേരായ റൂട്ട് എന്ന് ഇസ്ലാം കൃത്യമായി നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും. ആ സന്മാർഗ പാന്താവിലൂടെ സഞ്ചരിക്കാനുള്ള പരിശ്രമം നടത്തുമ്പോൾ അതിന് കുറുകയായി പിശാച് പതിയിരിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. നിങ്ങൾ ഒരിക്കലും ആ മാർഗങ്ങളിൽ പെട്ടുപോകാൻ പാടില്ല. 5 നേരത്തെ നമസ്കാരത്തിൽ എല്ലാ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും പറയുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നാദാ സിറാത്തുൽ മുസ്തഖീമിലൂടെ, നേരായ മാർഗത്തിലൂടെ, ചൊവ്വായ പാന്താവിലൂടെ നീ ഞങ്ങൾ വഴി നടത്തേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും. അപ്പൊ നമ്മുടെ മുന്നിൽ കൃത്യമായ ഒരു രേഖ, ഒരു മാർഗം അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും വരച്ച് കാണിച്ചു തരുന്നുണ്ട്. ആ മാർഗത്തിലേക്കാണ് ഇസ്ലാം നമ്മളെ ക്ഷണിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ നമുക്ക് കാണാം, മസലി വമസലുക്കും കമസലി റജുലിൻ ഔഖദ നാറ. എന്റെയും നിങ്ങളുടെയും ഉദാഹരണം എന്ന് പറയുന്നത് വിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. ആ മനുഷ്യൻ നോക്കുമ്പോൾ അതാ ഫജഅലൽ ജനാദിബു വൽ ഫറാശു യഖഅന ഫീഹാ വഹുവ യദ്ബുഹു നാലഹാ. ആ വിളക്കിന്റെ തീയിലേക്ക്, ചൂടിലേക്ക് ധാരാളം പ്രാണികളും പാറ്റകളും ഇങ്ങനെ പറന്നെടുക്കുകയാണ്. ആ മനുഷ്യനാകട്ടെ വിളക്കിന്റെ സമീപത്തിരുന്നു കൊണ്ട് ആ പ്രാണികളെയെല്ലാം തന്റെ കൈ കൊണ്ട് തട്ടി മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ പ്രാണികൾ അതിന് സമ്മതിക്കുന്നില്ല. ആ പ്രാണികളാകട്ടെ ആ വിളക്കിന്റെ തീയിലേക്ക്, ചൂടിലേക്ക്, പ്രകാശത്തിലേക്ക് വന്നു വീണ് ചത്തുപോവുകയാണ്. ഇതുപോലെയാണ് എന്റെയും നിങ്ങളുടെയും ഉപമ. നിങ്ങൾ യഥാർത്ഥമായ സന്മാർഗം വിട്ടുകൊണ്ട്, അഥവാ സ്വർഗത്തിന്റെ മാർഗം വിട്ട് നരകത്തിന്റെ മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് അത്തരം മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ അരക്കെട്ടിന് പിടിച്ചു വലിക്കുകയാണ്. മോശമായ തിന്മയുടേതായ നരകത്തിൻ്റെതായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അരക്കെട്ടിന് പിടിച്ചു വലിക്കുമ്പോൾ വാൻതും തഫല്ലതൂന മിൻ യദി, എന്റെ കൈകളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട്, എന്റെ കൈകളിൽ നിന്ന് കുതറി മാറിക്കൊണ്ട് നിങ്ങൾ വീണ്ടും നരകത്തിന്റെ മാർഗം തന്നെ സ്വീകരിക്കുകയാണ്, അതിലൂടെ തന്നെ സഞ്ചരിക്കുകയാണ്. ഏതുപോലെ ആ വിളക്കിന്റെ തീയിലേക്ക് വന്നു വീണ് ചത്തുപോകുന്ന ഈ ആ പാറ്റക്കൂട്ടങ്ങളെ പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മുന്നിൽ കൃത്യമായ ഒരു മാർഗമുണ്ട്. നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം, നമ്മുടെ ആചാരങ്ങൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ കർമ്മ മേഖലകൾ എങ്ങനെയായിരിക്കണം, വളരെ കൃത്യമായി എല്ലാ വിഷയത്തിലും മാതൃകയായി ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആ മാതൃക വിട്ടുകൊണ്ട് വേറൊരു മാർഗം സ്വീകരിക്കേണ്ടവരല്ല നമ്മൾ. നാം ഒരിക്കലും കൂടികളാകേണ്ടവരല്ല. അങ്ങനെയായാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും പ്രശ്നമില്ല. അവര് പറയുന്നതും ശരിയാണ്, ഇവര് പറയുന്നതും തകരാറില്ല. ആരെയും കൊടുക്കേണ്ടതില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റോടുകൂടി നമുക്ക് എല്ലാവരെയും ഐക്യത്തിലാക്കി, ആരെയും വെറുപ്പിക്കാതെ, ആരുടെയും മുഖം കറുപ്പിക്കാതെ നമുക്ക് എല്ലാവരെയും ഒന്ന് താരൂര് ചോമനിച്ച് കൊണ്ടുപോകാം എന്ന് തീരുമാനിക്കുന്നവൻ യഥാർത്ഥമായ വിശ്വാസിയല്ല. നമുക്ക് വിശ്വാസപരമായ ഒരു സ്റ്റാൻഡ് ഉണ്ടാകണം, നമുക്കൊരു നിലപാടുണ്ടാകണം. ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങളിലും കൃത്യമായ ഒരു നിലപാടുണ്ട്, നേരായ ഒരു നിലപാടുണ്ട്. ആ നിലപാടിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും. നാം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാനൊരു മുസ്ലിമാണ് എന്ന് ഞാൻ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഒരു മുസ്ലിം പേര് സ്വീകരിച്ചത് കൊണ്ടോ, ഒരു മുസ്ലിം മഹല്ലിൽ അംഗത്വമുള്ളത് കൊണ്ടോ, പള്ളിയിൽ മാസവരി കൊടുത്തത് കൊണ്ടോ, അവിടെ നിന്ന് ഉദയത്തിന്റെയും ഫിത്ർ സക്കാത്തിന്റെയും വിഹിതം കിട്ടിയത് കൊണ്ടോ ഞാൻ യഥാർത്ഥ മുസ്ലിം ആകുന്നില്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവനാരുണ്ട്? ഏറ്റവും നല്ല വാക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക.
ഇസ്ലാമിന്റെ വിശ്വാസ സംഹിതകൾ ജനങ്ങളിലേക്ക് ദഅവത്ത് ചെയ്യുക, ഇങ്ങനെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും അതോടൊപ്പം ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ ഓതിത്തരികയാണ്. അതെ, ഞാനൊരു മുസൽമാനാണ്, എനിക്കൊരു നിലപാടുണ്ടാകണം, ഏത് കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാകണം, എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാകണം. ആരെങ്കിലും പറയുന്നതോ ആരെങ്കിലും എഴുതിവിടുന്നതോ ആരെങ്കിലും പ്രസംഗിക്കുന്നതോ എല്ലാം കൂടി കൂട്ടിക്കുഴച്ചുകൊണ്ട് ഏത് മാർഗത്തിലൂടെയും സഞ്ചരിക്കേണ്ടവനല്ല യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത്. എന്റെ വിശ്വാസം എങ്ങനെയാണ്, എനിക്കതിൽ കൃത്യമായൊരു നിലപാടുണ്ടാകണം. ആ നിലപാട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. വിശ്വാസികളായ നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അഥവാ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി നമസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നടത്തുന്ന ഒരു പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. വിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. ഖുൽ പ്രവാചകരെ അങ്ങ് പറയണം, ഇന്ന സ്വലാത്തി തീർച്ചയായും എന്റെ നമസ്കാരം, വനുസുകി എന്റെ ആരാധനാ കർമ്മങ്ങൾ, എന്റെ ബലിയിടുപാടുകൾ, അതുപോലെ തന്നെ വമഹ്യായ വമമാതി എന്റെ മരണം, എന്റെ ജീവിതം, ലില്ലാഹി റബ്ബിൽ ആലമീൻ എല്ലാം തന്നെ ലോകരക്ഷിതാവായ റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനുള്ളതാണ്. ലാ ശരീക ലഹു അവനൊരു ശരീക്കുമില്ല, അവനൊരു പങ്കുകാരനുമില്ല. വബിദാലിക ഉമിർതു അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വാന അവ്വലുൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്, ഞാൻ മുസ്ലിങ്ങളിൽ ആദ്യത്തവനാണ് എന്ന് പ്രഖ്യാപിക്കുക. ഇതൊരു മുസൽമാന്റെ നിലപാടാണ്, ഇതൊരു വിശ്വാസിയുടെ നിലപാടാണ്. ഞാൻ മുസ്ലിമാണ് എന്ന് നാവ് കൊണ്ട് മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ വിശ്വാസം കൊണ്ട്, ആചാരം കൊണ്ട്, കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കുടുംബത്തിലെ ഇടപാട് കൊണ്ട്, സമൂഹത്തിലെ പെരുമാറ്റം കൊണ്ട്, അയൽപക്ക മര്യാദകൾ പാലിച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന ഒരു യഥാർത്ഥ മുസൽമാന്റെ നിലപാടിലേക്ക്, യഥാർത്ഥമായ ഇസ്ലാം പഠിപ്പിച്ച മാർഗത്തിലൂടെ കൃത്യമായ നിലപാട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറേണ്ടവരാണ് വിശ്വാസികളായ നമ്മൾ എല്ലാവരും. അതല്ലാതെ എന്തുമായിക്കോട്ടെ, അങ്ങനെയുണ്ട് മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം വരുന്ന ആളുകൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടില്ലേ, എത്രയോ മുസ്ലിങ്ങളുടെ വീട്ടിലാണ് സ്റ്റാർ തൂക്കിയിരിക്കുന്നത്, എത്രയോ മുസ്ലിങ്ങളുടെ വീട്ടിലാണ് കേക്ക് മുറിക്കുന്നത്, എത്രയോ മുസ്ലിം കുട്ടികളാണ് ആ ക്രിസ്മസിന്റെ തലേ ദിവസം ക്രിസ്മസ് അപ്പൂപ്പനായി അഭിനയിച്ചുകൊണ്ട് കരോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമുദായത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു മുസൽമാൻ മനസ്സിലാക്കണം, ഇത് യഥാർത്ഥ നിലപാടല്ല, ഇത് നേരായ നിലപാടല്ല, ഇതൊരു മുസൽമാന്റെ സ്റ്റാൻഡല്ല. എന്തുകൊണ്ടാണ് നസ്വാറാക്കൾ, ക്രിസ്ത്യാനികൾ അവരുടെ വീട്ടിൽ സ്റ്റാർ തൂക്കിയത്? എന്തുകൊണ്ടാണ് ഡിസംബർ 25 ക്രിസ്മസ് അവർ ആഘോഷിക്കുന്നത്? മഹാനായ യേശുവിന്റെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനമാണ് അവർ ആഘോഷിക്കുന്നത്. അവരുടെ വിശ്വാസപ്രകാരം യേശു ആരാണ്? ദൈവത്തിന്റെ പുത്രനാണ്. അള്ളാഹുവിനും മകനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ മകന്റെ ബർത്ത്ഡേ കൊണ്ടാടുന്ന നസ്വാറാക്കളുമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, തങ്ങന്മാരെ നമുക്കിന്ന് കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത്? അവർ പറയുന്നത് മതസൗഹാർദ്ദമെന്നാണ്, ഐക്യത്തിന് വേണ്ടി എന്നാണ്, ജനപ്രീതി കിട്ടാൻ, ജനസമ്മതി കിട്ടാൻ, ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, വോട്ട് കിട്ടാനായി മറ്റു മതത്തിന്റെ വിശ്വാസങ്ങൾ തന്റെ വിശ്വാസമായി സ്വീകരിച്ച് അവരുമായി അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന തങ്ങന്മാരാണെങ്കിലും എത്ര വലിയ ആരുമാണെങ്കിലും യഥാർത്ഥ മുസ്ലിമാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ക്രിസ്മസിന്റെ സ്റ്റാർ തൂക്കിയ കേക്ക് മുറിച്ചൊരു മുസൽമാന് കഴിയുമോ സഹോദരങ്ങളെ? എങ്ങനെ കഴിയും? കാരണം ദൈവത്തിന് പുത്രനുണ്ട് എന്ന് വിശ്വസിച്ച് ആ പുത്രന്റെ ജന്മദിനം കൊണ്ടാടുന്ന നസ്വാറാക്കൾ വിശുദ്ധ ഖുർആൻ മറിച്ചാൽ വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുൽ കഹ്ഫിലും സൂറത്തുൽ മറിയമിലും അല്ലാഹു സുബ്ഹാനഹു തആല ആവർത്തിക്കുന്നുണ്ട്. വയൻദിറല്ലദീന ഖാലു തഖറല്ലാഹു വലദ വലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത് കലിമതൻ
തഖ്റുജു മിൻ അഫ്വാഹിഹിം യഖൂലൂന ഇല്ലാ കദിബാ. അല്ലാഹുവിന് മക്കളുണ്ട് എന്നാണ് അവർ പറയുന്നത്. അവർക്ക് വിവരമില്ല, അവരുടെ പിതാക്കൾക്കും വിവരമില്ല. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത് ഗുരുതരമായ വാക്കാണ്. അവർ പറയുന്നത് കള്ളമല്ലാതെ മറ്റൊന്നുമല്ല. വീണ്ടും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖാലു തഖദ റഹ്മാനു വലദ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ തകാദു السماوات يتفطرن منه وتنشق الارض وتخر الجبال هدا ان دعوا للرحمن ولدا. അവർ പറഞ്ഞ ആ ഗുരുതരമായ വാക്ക്, അതിന്റെ ഗൗരവം, ആകാശം പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന, ഭൂമി വിണ്ടുകീറി പോകുന്ന, പർവ്വതങ്ങൾ തകർന്നു പോകുന്ന അത്രമാത്രം ഗുരുതരമായ വാക്കാണ് അവരുടെ വായിൽ നിന്ന് പുറത്തു വന്നത്. ആ വിഭാഗത്തിന്റെ സ്റ്റാർ തൂക്കി കേക്ക് മുറിച്ച് ആഘോഷിച്ച മുസ്ലിമേ, നിനക്ക് നിലപാടില്ല, നിന്റെ വിശ്വാസം ശരിയല്ല. എത്ര അറിയപ്പെട്ട നേതാവാണെങ്കിലും, ഏത് തങ്ങളാണെങ്കിലും, ഏത് മുസ്ലിം മഹല്ലിൽ നിനക്ക് അംഗത്വമുണ്ടെങ്കിലും, അവിടുത്തെ ഖബർസ്ഥാനിൽ നിന്റെ പേരിൽ ആറടി മണ്ണുണ്ടെങ്കിലും, യഥാർത്ഥ മുസ്ലിമാണെന്ന് പറയാൻ, വിശ്വാസപരമായി മുസ്ലിമാണെന്ന് പറയാൻ അവർക്ക് കഴിയില്ല. എന്തിനേറെ വിശുദ്ധ ഖുർആനിലെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് പഠിച്ചൊരു മുസ്ലിം ക്രിസ്മസിന്റെ കേക്ക് തിന്നുകയില്ല, ആ കേക്ക് അവൻ മുറിക്കുകയില്ല, സ്റ്റാർ തൂക്കുകയില്ല, അവൻ ആഘോഷിക്കുകയില്ല, അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കുകയില്ല. ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഈ ആഘോഷത്തിൽ പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് പോലും അവൻ പഠിച്ചിട്ടില്ല. അവന്റെ പേരാണോ മുസ്ലിം? അവന്റെ പേരാണോ മുഅ്മിൻ? സൂറത്തുൽ ഇഖ്ലാസ് അറിയാത്ത മുസ്ലിമീങ്ങൾ നബിയെ പറയുക, അല്ലാഹു ഏകനാണ് എന്നതാണ് കാര്യം. അവൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല, എല്ലാവരും അവനെ ആശ്രയിക്കുന്നു. അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവന് മാതാവും പിതാവുമില്ല, അവൻ ആരുടെയും സന്താനവുമല്ല, അവന് സന്താനങ്ങളുമില്ല, അവന് കുഫുവത്ത ഒരാൾ പോലുമില്ല. ഇതാണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് പഠിക്കാത്ത മുസ്ലിമീങ്ങളാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. കാരണം ക്രിസ്മസ് ആഘോഷിക്കുന്നവൻ ഇഖ്ലാസിന്റെ അർത്ഥം ഒരാവർത്തി വായിച്ചിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും അത് ചെയ്യില്ല. അവർ ചെയ്തു വരുന്ന, അവർ വിശ്വസിച്ചു വരുന്ന, അവർ വാദിച്ചു വരുന്ന ആ വാദം ഗുരുതരമായ വാക്കാണ് അവർ പറയുന്നത്. ആകാശവും ഭൂമിയും പർവ്വതങ്ങളും തകർന്നു പോകാനും മാത്രം ഭയാനകമായ ഗുരുതരമായ വാക്കാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു മുസ്ലിം ആകേണ്ടത്. പിന്നെ നീ നെഞ്ചത്ത് കൈവച്ച് നമസ്കാരത്തിൽ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ വഅന അവ്വലുൽ മുസ്ലിമീൻ വഅന മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. മുസ്ലിമിന് ഒരു നിലപാടുണ്ടാകണം. ആ നിലപാടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ നിലപാടാണ് പ്രവാചകൻ വരച്ച് കാണിച്ചു തന്നത്. അതാണ് നേരായ നിലപാട്. ആ നിലപാടിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ആ നേരായ മാർഗത്തിന് പുറമെ ഒരുപാട് വരകൾ, കുറുകെ ഒരുപാട് മാർഗങ്ങൾ പ്രവാചകൻ വരച്ച് കാണിച്ചു എന്ന് പറഞ്ഞു. ഇതെല്ലാം ശൈത്വാനിയത്താണ്, ഇതെല്ലാം പിശാചിന്റെ മാർഗമാണ്. ആ മാർഗത്തിലേക്ക് നിങ്ങൾ പോകരുത്. യഥാർത്ഥ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും. ഇതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന വസിയത്താണ്. അപ്പൊ ആളുകൾ പറയും, ഇങ്ങനെയൊക്കെ പറയണോ? മതസൗഹാർദ്ദം തകരില്ലേ? മതസൗഹാർദ്ദമില്ല, മനുഷ്യ സൗഹാർദ്ദമാണുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്നു. മക്കയിലെ അറിയപ്പെട്ട ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ഖുറൈശി പ്രമുഖന്മാർ, പ്രമാണിമാർ, നേതാക്കന്മാർ വന്നു പ്രവാചകന്റെ അടുക്കൽ. മുഹമ്മദേ, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലെത്താം, ഇവിടെ ഒരു പ്രശ്നം വേണ്ട, മക്കക്കാരായ നമുക്കിടയിൽ ഒരു തർക്കം വേണ്ട, നാം രണ്ട് ഗ്രൂപ്പായി ചേരിയായി നാം പിരിയേണ്ടതില്ല, നമ്മുടെ മഹല്ലിൽ ഒരു ഭിന്നിപ്പ് വേണ്ട, അതുകൊണ്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം. നിന്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാം, കുറച്ചു കാലം ഞങ്ങളുടെ ദൈവത്തെ നീയും ആരാധിക്കും, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കാനൊന്നും നിൽക്കണ്ട. ഇങ്ങനെ രണ്ടുപേർക്കും തെറ്റില്ലാത്ത രൂപത്തിൽ, ഇലക്കും മുള്ളിനും കേടില്ലാത്ത രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ? പ്രവാചകന്റെ അടുക്കൽ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ആളുകൾ വന്നു. പ്രവാചകൻ എന്താ പറഞ്ഞത്? ആ മതസൗഹാർദ്ദല്ലേ, ശരി, അംഗീകരിക്കാമെന്നാണോ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അവതരിപ്പിച്ചു.
അതാണ് സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. പഠിക്കണം. നിസ്കാരത്തിൽ വെറുതെ കാണാതെ ഓതിപ്പോയിട്ട് കാര്യമില്ല. നബിയെ പറയുക, ഹേ സത്യനിഷേധികളെ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നില്ല, ആ പണിക്ക് ഞാനില്ല. പ്രഖ്യാപിക്കൂ പ്രവാചകരെ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഇതാണ് നമ്മുടെ നിലപാട്, അതാണ് നേരായ നിലപാട്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു ഖൗമിനോട് ആരെങ്കിലും സദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. ഒരു ജനതയുടെ വിശ്വാസം സ്വീകരിക്കുന്നവൻ അവരിൽപ്പെട്ടവനാണ്. ക്രിസ്മസ് ആഘോഷിക്കുന്നവൻ നസ്വാറാക്കളിൽപ്പെട്ടവനാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പച്ചക്ക് പറയുകയാണ്. പല ആളുകൾക്കും ദഹിക്കില്ല. കാരണം എന്താ? ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും വീട്ടിൽ ഇപ്പോഴും സ്റ്റാർ കത്തുന്നുണ്ടാവും, കേക്ക് തിന്നവരുണ്ടാകും. ഒരു കൗമിന്റെ, ഒരു ജനതയുടെ വിശ്വാസത്തോട് ആരെങ്കിലും സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. ഇത് പറയുമ്പോൾ ചിലപ്പോ നാളെ നമ്മളെ എതിർക്കാൻ ആളുണ്ടാവും. കണ്ടില്ലേ, അവിടെ വർഗീയ കലാപമാണ്, അവിടെ തീവ്രവാദമാണ്, അവിടെ വളരെ മോശമായിട്ടാണ് മതം പറയുന്നത്. നാം ഒരു കൃത്യമായ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ, ആ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ പലരിൽ നിന്നും പലതും കേൾക്കേണ്ടി വരും. എന്തു ചെയ്യണം? ഖുർആൻ മറിക്ക്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം സ്വന്തം മോനെ വിളിച്ചിട്ട് പറയാ, മോനെ യാ ബുനയ്യ അഖ്മിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഈ പണി നീ ചെയ്യുമ്പോ വസ്ബിർ അലാ മാ അസ്വാബക, പലതും നിന്നെ ബാധിക്കും, പല പ്രയാസങ്ങളും നിനക്കുണ്ടാകും. നീ അവിടെ ക്ഷമ കൈക്കൊള്ളണം. ക്ഷമയോടുകൂടി, സ്വബറോടുകൂടി നീ മുന്നോട്ട് പോകണം. ഏത് പ്രതിസന്ധിയിലും നീ തളരാൻ പാടില്ല. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഉറച്ച ഒരു നിലപാട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലതുബ്ലൗന ഫീ അംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരത്തിലും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലതസ്മൗന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട വേദക്കാരായ യഹൂദി നസ്വാറാക്കളായ ആളുകളിൽ നിന്ന് പലതും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. വമിനല്ലദീന അശ്റകൂ അദൻ കസീറ, ബഹുദൈവ വിശ്വാസികളിൽ നിന്ന്, മുശ്രിക്കീങ്ങളിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ, കുത്തുവാക്കുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമിക്കുക, തഖ്വയിൽ അധിഷ്ഠിതമായി നിലകൊള്ളുക. ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഈ സ്വബറും തഖ്വയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളിൽ പെട്ടതാണ്. നിലപാടിൽ മാറ്റമില്ല, ഒരൊറ്റ നിലപാട്, നേരായ നിലപാട്. സിറാത്തൻ മുസ്തഖീമ, ഹാദാ സബീലുല്ലാഹ്, ഇതാണ് അല്ലാഹുവിന്റെ മാർഗ്ഗം. മുസ്തഖീമ, മുസ്തഖീമായ മാർഗ്ഗം. ഈ മാർഗത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട്, ആ ഉറച്ച നിലപാടെടുത്തത് കൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നത്. എത്രത്തോളം 2-3 വർഷക്കാലം ശഅബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവിൽ പച്ചിലയും പച്ചവെള്ളവും കഴിച്ച് ആടുമാടുകൾ കാഷ്ടിക്കുന്നത് പോലെ പച്ച നിറത്തിൽ പ്രവാചകനും സ്വഹാബത്തിനും കാഷ്ടിക്കേണ്ടി വന്നത് നേരായ ഒരു നിലപാടിൽ അവർ ഉറച്ചു നിന്നതുകൊണ്ടാണ്. നാം മുസ്ലിമാണോ വിശ്വാസിയാണോ, നമുക്കൊരു നിലപാടുണ്ടാകണം, ഒരു സ്റ്റാൻഡ് ഉണ്ടാകണം. ആര് പറഞ്ഞാലും ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഏതെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും ഉറച്ചു നിൽക്കാനുള്ള ഈമാനികമായ കരുത്ത് നമ്മൾ നേടിയെടുക്കണം. വലാ തഹിനൂ, ഖുർആൻ ആശ്വസിപ്പിക്കാൻ, വലാ തഹ്സനൂ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്, ദുഃഖിക്കരുത്, വ്യസനിക്കരുത്, തളർന്നു പോകരുത്, തകരരുത്. നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. നിങ്ങൾക്ക് ഈമാനുണ്ടോ? നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. വിശുദ്ധ ഖുർആനിന്റെ ആശ്വാസമാണ്. ഖുർആൻ നമ്മൾ ആശ്വസിപ്പിക്കുകയാണ്, സമാധാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു നിലപാടുണ്ടാകണം. എനിക്ക് എന്റെ റബ്ബ് മതി. ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി ഔ അറാദനി ബിറഹ്മ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി ഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ.
ഉദ്ദേശിച്ചാൽ, നിങ്ങളിൽ ഒരു പ്രയാസം ഉദ്ദേശിച്ചാൽ, അള്ളാഹ് തീരുമാനിച്ച പ്രയാസത്തെ തട്ടിമാറ്റാൻ ലോകത്ത് അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്ന ഒരാളെ കൊണ്ടും കഴിയില്ല. ഒരു കാരുണ്യം അല്ലാഹു നിങ്ങളിൽ ഉദ്ദേശിച്ചാൽ ആ കാരുണ്യത്തെ നിങ്ങളിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ലോകത്ത് അല്ലാഹുവിന് പുറമെ ഒരാൾക്കും കഴിയില്ല. ഇതാണ് മുസൽമാന്റെ സ്റ്റാൻഡ്. ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയും അല്ലാഹുവേ, നീ നൽകിയത് തടയാനാളില്ല, നീ തടഞ്ഞത് നൽകാനൊരാളില്ല. ഈ ഒരു നിലപാടിൽ നാം ഉറച്ചു നിൽക്കണം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു. സന്താനങ്ങളെല്ലാം മരണപ്പെട്ടു, സമ്പത്തെല്ലാം കാലിയായി, ശരീരത്തിന് അസുഖം ബാധിച്ചു, എല്ലാ നിലക്കും സാമ്പത്തികമായി സീറോ ബാലൻസിലേക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്തിപ്പെട്ടു. അള്ളാഹുവിന്റെ പരീക്ഷണം, ഉറച്ചു നിന്നു, പതറിയില്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ മാറ്റിക്കൊടുത്തു, ആരോഗ്യം തിരിച്ചു കൊടുത്തു, മക്കളെ തിരിച്ചു കൊടുത്തു, സമ്പത്ത് വീണ്ടും നൽകി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിലപാട് അതാണ് നേരായ നിലപാട്. അതാണ് വിശ്വാസികളായ നമ്മുടെ നിലപാട്. നമസ്കരിക്കുന്ന മുസ്ലിമാണെന്ന് പറയുന്ന ആളുകൾ രോഗം വരുമ്പോൾ നൂല് കെട്ടുന്നു, ചരട് കെട്ടുന്നു, ഏലസ് കെട്ടുന്നു, ജാറകളിൽ പോകുന്നു, മാല മൗലൂദുകൾ ചൊല്ലിയാൽ മതി എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നു. എല്ലാ രോഗങ്ങൾക്കുമുള്ള ശിഫയാണ് മാലകൾ, മൗലൂദുകൾ, കുച്ചുബിയത്തുകൾ എന്ന് ഇന്ന് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത മുഅ്ജിസത്ത്, അമാനുഷികമായ അത്ഭുതപരമായ കഴിവുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതെല്ലാം ഔലിയാക്കളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് മാലകളും മൗലൂദുകളും കുതുബിയത്തുകളും ശരിയാണ്, ഇസ്ലാമാണ്, ഖുർആനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ശൈത്വാന്റെ മാർഗത്തിലേക്ക് വിളിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉ വലാ തത്തബിഉ സുബുൽ. ഒരൊറ്റ വര, നേരായ വര, ഇതാണ് നേരായ റൂട്ട്. ആ റൂട്ടിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. വിശ്വാസപരമായ കാര്യങ്ങളിൽ നമ്മുടെ നിലപാടിതായിരിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ഒരു കൃത്യമായ ഒരു നിലപാടുണ്ടാകണം. അങ്ങനെ ഇങ്ങനെ അതും ഇതും ഇല്ല, ഒരൊറ്റ നിലപാട്, നേരായ നിലപാട്, ശരിയായ നിലപാട്, ഇസ്ലാം വരച്ച് കാണിച്ചെന്ന നിലപാട്. വിശ്വാസ കാര്യങ്ങളിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക. കർമ്മപരമായ മേഖലകളിൽ നമ്മുടെ നിലപാടുകളെ, നമസ്കാരം ഒരു വിശ്വാസിയെയും ഒരു മുസ്ലിമിനെയും കാഫിറിനെയും വേർതിരിച്ചറിയാൻ അടയാളമാണ് നമസ്കാരം. ഞാൻ നമസ്കരിക്കുന്നവനാകണം, എങ്കിലേ ഞാൻ മുസ്ലിമാനാവുകയുള്ളൂ. നമസ്കാരമുള്ളവൻ അവനാണ് യഥാർത്ഥ മുസ്ലിം. അതാണ് എന്റെ നിലപാട്. നമസ്കാരം ഒഴിവാക്കി, ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കി, പള്ളിയിൽ നിന്ന് വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം കൊടുക്കാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന, തോന്നിയ പോലെ നടക്കുന്ന ആ നിലപാട് സ്വീകരിക്കേണ്ടവരല്ല നമ്മൾ. സക്കാത്ത് ഞാൻ ജോലി ചെയ്ത്, ഞാൻ ബിസിനസ് ചെയ്ത്, ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് അല്ലാഹ് പറയാ, അവിടെ നീ ഒരു നിലപാടെടുക്കണം. അതിന്റെ നിന്റെ വരുമാനത്തിന്റെ ബാലൻസ്, നിന്റെ ചെലവ് കഴിഞ്ഞു വന്നാൽ അതിന്റെ നിസ്സാബെത്തിയാൽ 2.5% പാവപ്പെട്ടവന്റെ അവകാശമാണ്. ആ സക്കാത്ത് കൊടുത്തു വിട്ടണം. ആ നിലപാട് കൈക്കൊള്ളണം. അതായിരിക്കണം ഒരു മുസൽമാന്റെ നിലപാട്. നാം ജീവിക്കുന്ന ബഹുസ്വര സമൂഹമാണ്. ഏത് നിലപാട് നമ്മൾ കൈക്കൊള്ളണം? ഏത് നിലപാട് കൈക്കൊള്ളണം? പലതരത്തിലുള്ള വിശ്വാസങ്ങളും പല മതക്കാരും എല്ലാവരുമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് അവരുടെ വിശ്വാസം, ലക്കും ദീനുക്കും വലിയ ദീൻ. അതല്ലാതെ നിങ്ങളുടെ ആദർശം, നിങ്ങളുടെ വിശ്വാസം ഞാൻ കുറെയൊക്കെ ഞാനും ചെയ്യാം എന്ന് പറയലല്ല. അവരുടെ വിശ്വാസവുമായി അവർ പോകുന്നു, നമ്മുടെ വിശ്വാസവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ഏതാണ് ശരിയായ വിശ്വാസമെന്ന് നാം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്നു. അതല്ലാതെ ഇതിലേക്ക് ബലം പ്രയോഗിച്ച ആൾ കൊണ്ടുവരണോ, എല്ലാവരും മുസ്ലിം ആക്കണോ? വേണ്ട. മുസ്ലിം ആക്കലല്ല, മുസ്ലിം ആകലാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. മറ്റു മതസ്ഥരെ ചീത്ത പറയാൻ പാടില്ല, അവരുടെ ദൈവങ്ങളെ ചീത്ത പറയാൻ പാടില്ല, അവരുടെ ആചാരങ്ങളെ പുച്ഛിക്കാൻ പാടില്ല. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട്. എന്റെ അയൽവാസി, അവന്റെ ജാതിയും മതവും ഞാൻ നോക്കാതെ അയൽവാസി പട്ടിണി കിടന്നാൽ അവന് തിന്നാൻ കൊടുക്കണം. ഇതാണ് അയൽവാസിയോടുള്ള ഒരു മുസൽമാന്റെ നിലപാട്. മനുഷ്യരോട് മാത്രമല്ല, സകല മനുഷ്യരോടും കരുണ കാണിക്കണമെന്ന് മാത്രമല്ല, പച്ചക്കരലുള്ള ഏത് ജീവിക്കും ഗുണം ചെയ്യണം. അവനാണ് യഥാർത്ഥ മുസ്ലിം.
നായക്ക് വെള്ളം കുടിച്ചതിന്റെ പേരിൽ ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചുവെന്നും പൂച്ചയെ പട്ടിണിക്കിട്ട് കൊന്നതിന്റെ പേരിൽ ആ പെണ്ണ് നരകത്തിലാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ മിണ്ടാ പ്രാണികളോടുള്ള എന്റെ നിലപാട് ഇതായിരിക്കണം. എത്ര സുന്ദരമാണ് ഈ മതം. ഇസ്ലാമിന് കൃത്യമായ ഒരു നിലപാടുണ്ട്. ഏത് വിഷയത്തിനും കൃത്യമായ ലൈനും ലെങ്തുമുണ്ട്. അത് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വരയിലൂടെ നേരായ മാർഗത്തിലൂടെ നാം സഞ്ചരിക്കുക. സിറാത്തുൽ മുസ്തഖീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മദീന തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ റോഡിന്റെ ഓരത്ത് ഒരാട്ടിൻകുട്ടി ചത്ത് കിടക്കുകയാണ്. നോക്കുമ്പോൾ അത് ചീഞ്ഞളിഞ്ഞിട്ടുണ്ട്, ദുർഗന്ധപൂരിതമായി പുഴുവരിക്കുന്ന അവസ്ഥയിലാണ്. ഈ ചത്ത് ചീഞ്ഞ് ദുർഗന്ധപൂരിതമായ പുഴുവലിക്കുന്ന ഈ ആട്ടിൻകുട്ടിയെ കാണിച്ചിട്ട് പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഇതിനെ 2 ദിർഹമിന് വാങ്ങാൻ തയ്യാറുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു ഇല്ല. 1 ദിർഹമിന് വാങ്ങാൻ തയ്യാറുണ്ടോ? അവർ പറഞ്ഞു ഇല്ല. നബി, അത് ചത്തതാണ്, വെറുതെ കിട്ടിയാൽ പോലും അത് നജസാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾക്ക് വേണ്ട. പ്രവാചകൻ അവരോട് പറഞ്ഞു, ഈ ചത്ത ആട്ടിൻകുട്ടി നിങ്ങളുടെ കണ്ണിൽ എത്രത്തോളം നിസ്സാരമാണോ അതിനേക്കാൾ നിസ്സാരമാണ് ഈ ദുനിയാവിന് അള്ളാന്റെ അടുക്കലുള്ള സ്ഥാനം. സുബ്ഹാനല്ലാഹ്. പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ലൗ കാനത്തി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാ. ഒരു കൊതുകിന്റെ ചിറകിന്റെ എത്രയെങ്കിലും സ്ഥാനം ഈ ദുനിയാവിന് അള്ളാഹ് കൽപ്പിച്ചിരുന്നെങ്കിൽ ഭൂമിയിൽ ഒരു നിഷേധിക്കും കുടിക്കാൻ വെള്ളം കിട്ടുമായിരുന്നില്ല, ഒരു കാഫിറിനും വെള്ളം കിട്ടുമായിരുന്നില്ല. ഇവിടെ എല്ലാവർക്കും വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, വായുണ്ട്. കാരണം എന്താ? ദുനിയാവ് അത്ര നിസ്സാരം. പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവിന്റെ സ്ഥാനം ഒരു കൊതുകിന്റെ ചിറകിന്റെ അച്ചറ പോലും ഇല്ല എന്നുള്ളതാണ്. ഈ നിസ്സാരമായ ദുനിയാവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ നിസ്സാരമായ ദുനിയാവിന് വേണ്ടി ശാശ്വതമായ പരലോക ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്നവനേക്കാൾ മണ്ടൻ, വിഡ്ഢി വേറെ ആരായുള്ളത്? അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ആരെന്നറിയോ? മരണാനന്തര ജീവിതം, പരലോകം, അതിനു വേണ്ടി പണിയെടുക്കുന്നവനാണ്. 2023 ഒരു കലണ്ടർ വർഷം നമ്മിൽ നിന്ന് തീരുകയാണ്. 2024 നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെയൊക്കെ ആധാറിൽ, നമ്മുടെയൊക്കെ രേഖകളിൽ, നമ്മുടെയൊക്കെ സർട്ടിഫിക്കറ്റിൽ നമുക്കൊരു വയസ്സ് കൂടുകയാണ്. അഥവാ ദുനിയാവിൻ്റെ ഒരു വർഷത്തെ ആയുസ് അങ്ങ് പോവുകയാണ്. വഹാദിഹി ദുനിയ മുർത്തഹിലത്തുൻ ദാഹിബ വഹാദിഹിൽ ആഖിറത്തു മുർത്തഹിലത്തുൻ ഖാദിമ. ദുനിയാവ് പുറപ്പെട്ടു പോകുന്നു, പരലോകം പുറപ്പെട്ട് നിങ്ങളിലേക്ക് വരുന്നു. നമ്മുടെ ദുനിയാവിൻ്റെ ആയുസ് കൂടെ ഈ ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി പോയി. അഥവാ മരണത്തിലേക്കും മരണം നമ്മിലേക്കും വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം 2023 ജനുവരി ടു ഡിസംബർ 12 മാസങ്ങൾ, 360 ചില ദിവസങ്ങൾ എന്നിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ എന്ത് നേടി? ദുനിയാവിൻ്റെ കാര്യമല്ല. വീട് വെച്ചിട്ടുണ്ടാവും, വാഹനം വാങ്ങിയിട്ടുണ്ടാവും, മക്കളെ കെട്ടിച്ചിട്ടുണ്ടാവും, പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവും. എന്തുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒരുപാടുണ്ടാവും. നിന്റെ ആഖിറത്തിലേക്ക് വേണ്ടി നീ എന്ത് നേടി? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. മരണാനന്തര ജീവിതത്തിലേക്ക് എന്താണ് നിങ്ങൾ നേടിയത്, സമ്പാദിച്ചതെന്ന് ഓരോരുത്തരും സ്വന്തത്തോട് തന്നെ ചോദിക്കട്ടെ. ഒരു വർഷം നമ്മിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എന്ത് നേടി?
ഞാൻ എന്ത് സമ്പാദിച്ചു? ഒരു യഥാർത്ഥ മുസ്ലിമായി നേരായ ഒരു നിലപാടിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ, മുസ്ലിമാണെന്ന അഭിമാനത്തോടെ പറയാൻ, മറ്റുള്ളവർക്ക് മാതൃകയാകാനെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പാവങ്ങളെ സഹായിക്കാൻ, അവരുടെ കാര്യത്തിൽ ഇടപെടാൻ, അയൽവാസിയെ പരിഗണിക്കാൻ, ഭാര്യയെ സ്നേഹിക്കാൻ, ഭർത്താവിനെ അനുസരിക്കാൻ, മാതാപിതാക്കളെ താലോലിക്കാൻ, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ എന്ത് നന്മയാണ് ഈ ഒരു വർഷം എന്നിലും നിങ്ങളിലും ഉണ്ടായത് എന്ന് ആലോചിക്കുക, ചിന്തിക്കുക, മാറ്റങ്ങൾ വരുത്തുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ.